ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ യൂണിറ്റ് 3യുടെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹൈജീൻ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും യൂണിറ്റ് 3 കാണാത്തവരോ അല്ലെങ്കിൽ യൂണിറ്റ് 1 2 അല്ലെങ്കിൽ യൂണിറ്റ് 6 യൂണിറ്റ് 5 ഇതൊക്കെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഓക്കെ, കണ്ട് പഠിക്കുക ഓരോ വീഡിയോസായിട്ട്. അപ്പോൾ എല്ലാ വീഡിയോ ക്ലാസ്സിലും ഒരു യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നവരെ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ അതിൻ്റെ പോർഷൻസ് മെൻഷൻ ചെയ്യുന്നില്ല, തമ്പനെയിൽ അതിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏത് പോർഷനാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 അങ്ങനെയുള്ള രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കുള്ള പല പോർഷൻസും മിസ്സാകും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മൾ ഒരു ലൈവ് സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ടോട്ടലി ടോക്കിംഗ് അബൌട്ട് യുവർ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പം നമ്മുടെ ഒന്നും അറിയാതെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു, നമ്മൾ എൻട്രൻസ് എഴുതുന്നു, എൻട്രൻസ് എഴുതി അവിടെ നമുക്ക് നഴ്സിംഗ് കിട്ടിയില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് കോളേജസിൽ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി നഴ്സിംഗ് കിട്ടിയവർ, അല്ലെങ്കിൽ എന്താ ബാംഗ്ലൂരിൽ വന്ന് നഴ്സിംഗ് പഠിക്കുന്നവർ, അങ്ങനെ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പഠിക്കുന്ന മലയാളികളുണ്ട് അല്ലേ, നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കുറേ കുട്ടികളാണെങ്കിൽ നല്ല ഐഡിയ ഉണ്ടാവും. കുറേ കുട്ടികളാവുമ്പോൾ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ്, അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ essay ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതണം, പ്രസൻറ്റ് ചെയ്യണം, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എത്രത്തോളം കണ്ടൻസ് നമ്മൾ എഴുതണം, എങ്ങനെ നമ്മൾ പഠിക്കണം, ഏതൊക്കെ ബുക്സ് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൗട്ടുകൾ, നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച് വൈകിട്ടുള്ള 6 മണിക്കുള്ള ലൈവ് സെഷനിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ചോദിക്കാവുന്നതാണ്. ഞാൻ എനിക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ, നിങ്ങളുടെ കോളേജസിൽ നിങ്ങൾക്കുള്ള പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ ആ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക്. അപ്പോൾ അവരോട് ജോയിൻ ചെയ്യാൻ പറയും. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മൂന്നാമത്തെ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലോട്ട് നാണ് പോകുന്നത്. ആസ് പെർ യുവർ സിലബസ് ഐ ആം ടേക്കിംഗ് ക്ലാസ്സസ്. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെ സിലബസ് അനുസരിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഞാൻ മുന്നേ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ശ്രീവാണിയുടെ ബുക്കാണ് നമ്മൾ ഈ ഒരു സൈക്കോളജിക്കും സൈക്യാട്രിക്കും റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, മീൻസ് ഒരുപാട് തവണ അങ്ങനെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് ആദ്യം പഠിക്കുന്നത്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ 2 മാർക്കിനോ 5 മാർക്കിനോ റെയറായിട്ട് വളരെ റെയറായിട്ട് ചോദിക്കാവുന്ന ചാൻസാണ്. കാരണം നമുക്ക് ഒരു കണ്ടൻറ്റും അറിയത്തില്ലെങ്കിൽ, സപ്പോസ് നമ്മുടെ എക്സാം മുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമുക്കൊരു 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി എന്നായിരുന്നു. അപ്പം നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല. 8 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ 8 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. വേണ്ടാന്ന് വെച്ചാൽ മാർക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് സപ്പോസ് അവർ 5 മാർക്കിന് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് സർവീസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വായിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കിൻ്റെ എസ്സേ, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ എസ്സേ, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇതിലെല്ലാ സെക്ഷനിലും വരാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസമാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് സർവീസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മെൻ്റൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, മെൻ്റൽ ഹെൽത്ത് ഡിസീസസ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പ്രിവെൻഷൻ ലെവൽസ് ഓഫ് പ്രിവെൻഷൻസ് എന്തൊക്കെയാണ്, വാർണിംഗ് സൈൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് എന്തൊക്കെയാണ്, നോർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബീങ്, മെൻ്റൽ ഹെൽത്ത് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ഒരാൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് വന്നാൽ, അല്ലെങ്കിൽ അവയെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ചില ഏജൻസീസ്, അല്ലെങ്കിൽ ചില ക്ലിനിക്സ്, അല്ലെങ്കിൽ ചില സർവീസസ് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ്. അതാണ് നമ്മൾ അടുത്ത് ഇവിടെ പഠിക്കാൻ പോകുന്നത്, മെൻ്റൽ ഹെൽത്ത് സർവീസസ്. ഫസ്റ്റ് വൺ നോക്കുക, മെൻ്റൽ ഹെൽത്ത് ഏജൻസീസ് ആണ് ഗവൺമെൻറ് അറ്റ് നാഷണൽ ലെവൽ. അതായത് നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഹെൽത്ത് ഹോസ്പിറ്റലുകളുണ്ട്. There are 42 mental hospitals in the country with a bed availability of 20,893 in the government sector. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബാംഗ്ലൂരുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്നുള്ള NIMHANS. അതായത് 42 മെൻ്റൽ ഹെൽത്ത്
ഹെൽത്ത് ഹോസ്പിറ്റൽസ് ആണ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മുടെ രാജ്യത്തുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് നമ്മുടെ നിംഹാൻസ് എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരുള്ളത്. ഓക്കെ, ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ദർ ആർ 5096 ബെഡ്സ്. ഓക്കെ, പ്രൈവറ്റ് സെക്ടറിലും എന്തുണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽസ് കാണപ്പെടുന്നുണ്ട്. These facilities have to manage an estimated 1.02 crore people with severe mental illness, 5.12 crore people with common mental health disorders. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഫെസിലിറ്റീസും പ്രൈവറ്റ് ഫെസിലിറ്റീസും ആയിട്ട് ഒരുപാട് ബെഡ് അറേഞ്ച്മെൻറ്റും ഹോസ്പിറ്റൽസും ഏജൻസീസും കൊണ്ട് എന്തിനാണ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉള്ള ബെഡ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും ഒപ്പം തന്നെ കോമൺ മിനിമൽ ആയിട്ട് മൈൽഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അടങ്ങിയിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തുള്ള വോളണ്ടറി ഓർഗനൈസേഷൻസ്, അതായത് മെൻ്റൽ ഹെൽത്ത് ഏജൻസീസ് തന്നെ ഗവൺമെൻറ് ലെവൽ ടൈപ്പിലുണ്ട്, ഞാൻ പറഞ്ഞു 42 മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്. വോളണ്ടറി ഓർഗനൈസേഷൻസ് ആർ വാല്യുബിൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് ഫോർ മെൻ്റൽ ഹെൽത്ത്. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിന് ഈ രാജ്യത്തുള്ള 42 ഹോസ്പിറ്റൽസ് വെച്ച് നമ്മുടെ രാജ്യത്തെ എല്ലാ വ്യക്തികളുടെയും മെൻ്റൽ ഹെൽത്തിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ, പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി സഹായിക്കുന്ന കുറേ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലേ. ദേ ആർ ഓഫൺ മോർ സെൻസിറ്റീവ് ടു ലോക്കൽ റിയാലിറ്റീസ് ദാൻ സെൻട്രലി റിവൺ പ്രോഗ്രാംസ് ആൻഡ് ആർ യൂഷ്വലി സ്ട്രോങ്ലി കമ്മിറ്റഡ് ടു ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച്. സെൻട്രൽ ലെവലിൽ നടക്കുന്ന പ്രോഗ്രാംസും മറ്റു മോട്ടീവ്സിനേക്കാളും നമ്മുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കമ്മ്യൂണിറ്റിക്കുള്ളിൽ അവർ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ എക്സാക്ട് പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മുടെ ഈ വോളണ്ടറി ഓർഗനൈസേഷൻസ് ശ്രമിക്കുന്നത്. They often play an extremely important role in the absence of a formal or well-functioning mental health system, filling the gap between community needs and available community services and strategy. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അതായത് ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഒരു 4-5 സെൻറ്റൻസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസസ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം നമുക്ക് പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്യാൻ, മെൻ്റൽ ഹെൽത്ത് ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് നമ്മുടെ വോളണ്ടറി ഓർഗനൈസേഷൻസ് മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വോളണ്ടറി ഓർഗനൈസേഷൻ ക്യാൻ സ്പെഷ്യലി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് സൂയിസൈഡ് പ്രിവെൻഷൻ. മെയിനായിട്ട് നമ്മളവർ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സൂയിസൈഡ് പ്രിവെൻഷൻ മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് സൂയിസൈഡ്. അതും പിന്നെ ക്രൈസിസ് സപ്പോർട്ട്, ഫോർമേഷൻ ഓഫ് സെൽഫ് ഹെൽപ്പ് ഫാമിലീസ്, അതുപോലെ ഓർഗനൈസിങ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹൗസിംഗ് ഫെസിലിറ്റീസ് ഫോർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കെയർ ഫോർ പേഴ്സൺ വിത്ത് ക്രോണിക് ഇൽനെസ്സസ്, setting up of a daycare centers, sheltered employment facilities, life skills programs for school dropout children, പബ്ലിക് മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതുപോലെയുള്ള ഇൻ്റർവെൻഷൻസ് ആണ് അവർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? മെയിനായിട്ട് സൂയിസൈഡ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് അവരെടുക്കുന്നു. അതുപോലെ ക്രൈസിസ് വരുന്ന സിറ്റുവേഷനിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക, അവരെ ലൈഫ് ലീഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. പിന്നെ താൽക്കാലികമായിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റീസ്, ഷോർട്ട് ടേമിൽ ലോങ് ടൈമിലൊക്കെ വേണ്ടിയിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റീസും ഡേ കെയർ സെൻറ്റേഴ്സും ചെറിയ ഷെൽട്ടേഡ് വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ്, ജോലികൾ കണ്ടെത്താനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുക. അതുപോലെ സ്കൂളുകളിലൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ സ്കൂളുകൾ നിർത്തി വന്ന കുട്ടികളുണ്ടാവും, അല്ലേ, അവരുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി അവർക്ക് ലൈഫ് സ്കിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, പബ്ലിക് മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് വോളണ്ടറി ഓർഗനൈസേഷൻസ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് NGOs എന്ന് പറയുന്നത്, റിക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ്റ്സ് ആസ് എ നോൺ പ്രോഫിറ്റ് ഓർ വെൽഫെയർ ഓറിയൻറ്റഡ്. അതായത് NGOs എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കമ്മിങ് അണ്ടർ ഗവൺമെൻറ് ഓൺലി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗവൺമെൻറ്. അതാണ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണ്, എന്തൊക്കെ കെയറുകളാണ് നമ്മളവിടെ പ്രധാനമായിട്ട് വരുന്നത്? അതിനുള്ളിൽ വരുന്നതാണ് പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നൊരു ടെക്നിക്ക്. എന്താണ് പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ? half hospitalization. Partial hospitalization is an innovative alternative to hospitalization. Hospitalization എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക, അതിനൊരു ഓൾട്ടർനേറ്റീവ്, അതാണ് പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഐഡിയലി സ്യൂട്ടഡ് ടു മോസ്റ്റ് ഓഫ് ദ psychiatric syndromes, particularly chronic psychotic disorders, neurotic conditions, personality disorders, drug and alcohol dependence, mental retardation. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ ഒരു പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള ഫെസിലിറ്റി തരപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ
അതായത് കംപ്ലീറ്റ്ലി അവർ ഹോസ്പിറ്റലിൽ അടച്ചിടുകയല്ല, അവർക്ക് മറ്റു പബ്ലിക്കുമായിട്ടും മറ്റു ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ നമുക്ക് അവിടെ ഒരു കുറച്ചൊരു എന്താ പറയുക ഒരു ഇൻട്രാക്ഷനും ലൈഫ് കുറച്ചുകൂടി ഒന്നും അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടൊരു സൈക്കാട്രി പേഷ്യൻ്റ് എന്നുള്ള ഫീലിൽ നിന്നും മാറ്റിക്കൊണ്ടുവരിക. അതാണ് പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ക്വാർട്ടർ വേ ഹോംസ് ഈസ് എ പ്ലേസ് യൂഷ്വലി ലൊക്കേറ്റഡ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ക്യാമ്പസ് ഇറ്റ് സെൽഫ് ബട്ട് നോട്ട് ഹാവിങ് ദ റെഗുലർ സർവീസസ് ഓഫ് ഹോസ്പിറ്റൽ. ക്വാർട്ടർ വേ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനകത്തുള്ള തന്നെ ഒരു ഫെസിലിറ്റിയാണ്. ഹോം ലൈക്ക് മീൻസ് വീട് പോലെയുള്ള ഫെസിലിറ്റീസ് ഹോസ്പിറ്റലിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അവിടെ. പക്ഷേ എന്നാൽ ഹോസ്പിറ്റലിൻ്റെ ഒരു കെയറും അവിടെ കൊടുക്കുന്നില്ല. സ്റ്റിൽ അവരുടെ വീട്ടിൽ താമസിക്കുന്നത് പോലെ അവരവിടെ ആ ഹോസ്പിറ്റലിനകത്തുള്ള ക്വാർട്ടർ വേ ഹോമിൽ താമസിക്കുന്നു. അതാണ് ക്വാർട്ടർ വേ ഹോംസ് എന്ന് പറയുന്നത്. പിന്നെ ഹാഫ് വേ ഹോംസ് ഉണ്ട്. അതായത് ഹാഫ് ഹോംസ് ഈസ് എ ട്രാൻസിറ്ററി റെസിഡൻഷ്യൽ സെൻറ്റർ ഫോർ മെൻ്റലി ഇൽ പേഷ്യൻസ് ഹൂ നോ ലോങ്ങർ നീഡഡ് ടു ഫുൾ സർവീസസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഫുൾ സർവീസസ് വേണ്ട, പക്ഷേ ഹാഫ് സർവീസസ്, അതായത് എപ്പോഴൊക്കെ അവർക്ക് ആവശ്യം തോന്നുന്നുണ്ടോ ആ സമയത്ത് മാത്രം ഹോസ്പിറ്റൽ സർവീസസ് മതി എന്ന് തോന്നുന്നവർക്കുള്ള ഫെസിലിറ്റിയാണ് ഹാഫ് വേ ഹോം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഫെസിലിറ്റിയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. സഹായിക്കുന്ന, പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് ക്രൈസിസ് സിറ്റുവേഷനിൽ ഇമോഷണൽ ഹെൽത്തിനെയും വെൽബീയിങ്ങിനെയും കുറേ ആൾക്കാരുടെ വെൽബീയിങ്ങിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ്സ്, അതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് പോകേണ്ട, നിങ്ങൾ 2 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ കണക്കിന് മാത്രം എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇതിനകത്ത് വരുന്നതെന്ന് മാത്രം നോക്കിയത്. പിന്നെ അടുത്ത് വരുന്നതാണ് സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്റേഴ്സ്. അതായത് അങ്ങനെ ഒരുപാട് സെൻറ്റേഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. സൂയിസൈഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീൻസ് ഹെൽത്ത് എഡ്യൂക്കേഷനും അവന് പ്രിവെൻഷൻ മെത്തേഡ്സും, ഇനി സൂയിസൈഡ് നമ്മൾ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അവർ സേവ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആൻഡ് മെഡിക്കോ പാസ്റ്ററൽ അസോസിയേഷൻ ഉണ്ട്, ചെന്നൈയിൽ സ്നേഹയുണ്ട്, മുംബൈയിൽ സഹാറ, അതായത് സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരല്ല, അതൊരു സെൻറ്ററിൻ്റെ പേരാണ് കേട്ടോ. പിന്നെ സഞ്ജീവിനി ആൻഡ് സുമൈത്രി ഇൻ ന്യൂഡൽഹി. പിന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഹോംസ്, ലാർജ് ഹോംസ്, ലോങ് ടേം കെയർ, ഹോസ്റ്റൽ, ഹോം കെയർ പ്രോഗ്രാംസ്, ഡിസ്ട്രിക്ട് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഇങ്ങനെയുള്ള കുറേ സെൻറ്റേഴ്സ് സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്ററായിട്ടും നമ്മുടെ രാജ്യത്ത് കാണുന്നുണ്ട്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സർവീസസ്, മെൻ്റൽ ഹെൽത്ത് സർവീസസ് അവൈലബിൾ ഇൻ അവർ കൺട്രി. ഓക്കെ, എന്തൊക്കെയാണ്? ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്, NGOs ഉണ്ട്. NGOസിനകത്ത് തന്നെ പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ, ക്വാർട്ടർ വേ ഹോംസ്, ഹാഫ് വേ ഹോംസ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് നമ്മുടെ 10 മാർക്കിൻ്റെ എസ്സേ ഈഗോ ഡിഫെൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം. Okay, it's very very important when you are studying psychiatry. That time also this same topic you will study. Actually ഈ ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ക്ലാസ് ഞാൻ തറവായിട്ട് ഡിഫെൻസ് മെക്കാനിസം മാത്രമായിട്ട് ഒരു ക്ലാസ് ഞാൻ പ്രീവിയസ്ലി ലോങ് ബാക്ക് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ടു സീ ദാറ്റ് വീഡിയോ യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ ഓൾസോ. ദർ ആർ ഡീറ്റെയിലി എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഈ ഡിഫെൻസ് മെക്കാനിസം. All type of defense mechanism I explained there. Here also I am going to explain the same thing only. If you want to continue this one, you can continue this one. Otherwise you can go and watch previous videos. But you have to find out, it's very difficult, no? So better you continue here. Ego defense mechanism and implications. That is your syllabus. Motives cause conflicts and in turn actually ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ടിനകത്ത് കാണുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ടെക്സ്റ്റ് എന്നൊരു ഫോട്ടോ എഴുതുന്നുണ്ട്, ഈ ബ്ലൂ കളറിലുള്ള ചാർട്ട്. ഇതാണ് നിങ്ങളുടെ ഈ ഡിഫെൻസ് മെക്കാനിസംസും അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എക്സാമിന് പഠിക്കേണ്ടത്. പക്ഷേ അത് എങ്ങനെ ഇതിലോട്ട് എത്തി എന്നുള്ളത് നിങ്ങൾ അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിലെത്തും മുമ്പ് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം. അതായത് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുണ്ട്. അതൊക്കെ അവസാനം അത് ഉണ്ടാകുന്നിടത്തോളം, മനുഷ്യനുള്ളിടത്തോളം കാലം നമുക്ക് ആകാംക്ഷയും ആകുലതയും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. ഇൻ അവർ ലൈഫ് വി വോണ്ട് മെനി തിങ്സ് ആൻഡ് ഹാവ് ഡിഫറെൻറ്റ് ഗോൾസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം, നമുക്ക് കുറേ ലക്ഷ്യങ്ങളും ഉണ്ടാകും. ബട്ട് വി കൻ നോട്ട് അച്ചീവ് എവറിത്തിങ് വി ആസ്പയർ ഫോർ. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഇൻ മെനി ഇൻസ്റ്റൻസ്
we become frustrated when we fail in our attempts. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നുണ്ട്. എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, നമ്മുടെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും, നമുക്ക് ഒരുപാട് കാര്യത്തിൽ നമ്മൾ പ്രയത്നിക്കും. പക്ഷേ പലപ്പോഴും നമുക്കെല്ലാം കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമുക്ക് എന്തുണ്ടാകും, നമ്മുടെ മനസ്സിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. കാരണം നമ്മളതിൽ ഫെയിലായി പോയി എന്നുള്ള ഒരു ഈഗോ. These failures and frustration hurt our ego and cause lot of anxiety. അത് നമുക്ക് ഒരുപാട് ആങ്സൈറ്റിയും ഫീലിംഗ് ഓഫ് ഗിൽട്ടും ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകും. അണ്ടർ സച്ച് സിറ്റുവേഷൻസ് വി ഡു നോട്ട് വോണ്ട് ടു അക്സെപ്റ്റ് ഫെയില്യൂർ ഈസിലി. അപ്പോൾ ഏതൊരു വ്യക്തിയും നോർമലി ആയാലും അബ്നോർമൽ മെൻ്റൽ ഹെൽത്ത് ആയാലും ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അബ്നോർമൽ മെൻ്റൽ ഹെൽത്ത് എന്നല്ല, അത് അബ്നോർമൽ മെൻ്റൽ ഹെൽത്ത് ഉള്ളവർക്കും നോർമൽ ഉള്ളവർക്കും ഇത് നോർമലി കാണുന്ന ഒരു പ്രതിഭാസമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, മെൻ്റലി ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആ ഒരു ഫെയിലുവർ, ആ തോൽവി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു നഷ്ടം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ആ ഒരു നഷ്ടം നമുക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ ഇതിനെ മറ്റു ചില കാര്യങ്ങളിലോട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നത്തിനെ മറ്റൊന്നിലോട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. അതിനെയാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഈ മെത്തേഡ്സ് എന്നും ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായാലോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാറില്ല. നമുക്കപ്പോൾ അവിടെ ഒരു ഫെയിലുവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്നു, ഗിൽറ്റി ഫീലിംഗ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു ഫെയിലുവർ ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മളത് മറ്റു പല മെക്കാനിസത്തിലോട്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റു പലതരത്തിലുള്ള മെക്കാനിസങ്ങളിലോട്ട് നമ്മളതിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട്. അതിനെയാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. മെയിൻലി ഇതിനെ ഡയറക്റ്റ് മെത്തേഡ്സ് എന്നും ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Direct methods are employed by the individual intentionally at the conscious level. അതായത് നമ്മൾ മനഃപൂർവ്വം, നമ്മൾ അറിഞ്ഞുകൊണ്ട്, നമ്മൾ കോൺഷ്യസ്ലി അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളാണെങ്കിൽ അതിനെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്തായിരിക്കും? Those method by which person tries to seek temporary adjustment to protect him by the time being against a psychological danger. അതായത് അത് അവരറിയാതെ ചെയ്യുന്നതും ആയിരിക്കും. ഓക്കെ, ആക്ച്വലി ഈ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്, പക്ഷെ നമുക്ക് ജസ്റ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെത്തേഡ്സിലോട്ട് പോകാം. ഈഗോ ഡിഫൻസ് മെക്കാനിസം. ഈഗോ ഡിഫൻസ് മെക്കാനിസംസ് ആർ മെത്തേഡ്സ് ഓഫ് അറ്റംപ്റ്റിംഗ് ടു പ്രൊട്ടക്ട് സെൽഫ്. നമ്മൾ സ്വയം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, cope with the basic drives or emotionally painful thoughts, feelings or events. നമ്മുടെ മനസ്സിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പെയിൻഫുൾ തോട്ട്സ്, പെയിൻഫുൾ ഫീലിങ്സ്, പെയിൻഫുൾ ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ എടുക്കുന്ന മെക്കാനിസംസ് അല്ലെങ്കിൽ മെത്തേഡ്സിനാണ് എന്ത് പറയുന്നത്? ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈഗോ ഡിഫൻസ് മെക്കാനിസംസ് ദോ ഒറിജിനലി കൺസീവ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രൂഡ്. ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കണ്ടുപിടിക്കാൻ? സിഗ്മണ്ട് ഫ്രൂഡ് ആണ്. മച്ച് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ഡിഫൻസ് മെക്കാനിസം വാസ് ഡൺ ബൈ ഹിസ് ഡോട്ടർ അന്ന ഫ്രൂഡ്. ആരായിരുന്നു? സിഗ്മണ്ട് ഫ്രൂഡ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിൽ മേജർ പാർട്ടും പിന്നെ ചെയ്തത് ആരായിരുന്നു? അന്ന ഫ്രൂഡ് ആയിരുന്നു. കംപ്ലീറ്റ് ഷീ ഈസ് daughter of Sigmund Freud. Okay, ego defense mechanisms also referred to as defense mechanisms. Ego defense mechanism തന്നെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ ടു മാനേജ് ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് അഫക്റ്റ് ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്വയം പ്രൊട്ടക്ഷൻ, ദാറ്റ് ഈസ് ഡിഫൻസ്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസംസ്. അതിനെയാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ടൈപ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിന് മുന്നേ വേണമെങ്കിൽ ഞാൻ ആ ഒരു ടൈപ്സ് ഇവിടെ പറയാം. ഈ ടൈപ്സ് ഓഫ് ഈഗോ ഡിഫൻസ് മെക്കാനിസത്തിൽ തന്നെ അഡാപ്റ്റീവ് ഡിഫൻസ് മെക്കാനിസം എന്നും മോൾ അഡാപ്റ്റീവ് ഡിഫൻസ് മെക്കാനിസം എന്നും പറഞ്ഞിട്ട് രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് അഡാപ്റ്റീവിനകത്ത് വരുന്നതാണ് റിപ്രഷൻ, റാഷണലൈസേഷൻ, ഇൻ്റലക്ച്വലൈസേഷൻ, കോമ്പൻസേഷൻ, സബ്ലിമേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിൻ്റെ മീനിങ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ അഡാപ്റ്റീവ്, എന്താണ് ഈ മോൾ അഡാപ്റ്റീവ് എന്ന് പറയുന്നത്. മോൾ അഡാപ്റ്റീവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിനൈൽ ആൻഡ് ഐസൊലേഷൻ, സപ്രഷൻ, റിഗ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ, കൺവേർഷൻ, ഡിസോസിയേഷൻ
അൺഡൂയിങ്. ഇതിൽ ഓരോ ഈ ഡിഫൻസ് മെക്കാനിസംസ് ആണ് നമ്മൾ തൊട്ട് മുന്നേയുള്ള ചാർട്ടിൽ കണ്ടത്. അത് പഠിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ ഓരോ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ മീനിങ് പറഞ്ഞ് അത് ഏതാണ് എന്ന് 1 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിഗ്രഷൻ ആൻഡ് റിപ്രഷൻ, ഏകദേശം ഒരുപോലെ ഇരുന്ന് അല്ലേ. റിഗ്രഷൻ ആൻഡ് സപ്രഷൻ, റിപ്രഷൻ ആൻഡ് സപ്രഷൻ, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. റാഷണലൈസേഷൻ അല്ലെങ്കിൽ സബ്ലിമേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇതിങ്ങനെ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കാം. അതുപോലെ 10 മാർക്കിൻ്റെ എസ്സേക്കകത്തൊരു പാർട്ടായിട്ടും ഡിഫൻസ് മെക്കാനിസം 10 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് പല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്. അത്രയും പോയിന്റ് ഔട്ട് എടുത്ത് പറയുമ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഇതിൽ നിങ്ങളോട് ഞാൻ ഈ 3ാമത്തെ കോളം പഠിക്കാൻ നിർബന്ധിച്ച് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഓരോ ഡിഫൻസ് മെക്കാനിസവും അതിൻ്റെ എക്സാമ്പിൾ സഹിതം നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾവേസ് നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ ഉൾപ്പെടെ പഠിച്ചാൽ നിങ്ങളത് പിന്നെ മറക്കത്തില്ല. മനസ്സിലായോ? എഴുതുമ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ എസ്സേക്കാണ് എഴുതുന്നതെങ്കിൽ റിപ്രഷൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മീനിങ് കൊടുത്ത് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ എഴുതി കഴിഞ്ഞു, യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക് ഫോർ ദാറ്റ്. ഡിനയൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു, അതിൻ്റെ എക്സാമ്പിളും കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. Like that you should give examples. So you understood the importance of examples in the defense mechanism. So here we will be focusing on first 2 columns, not 3 columns. First defense mechanism, repression. Okay, repression, unconscious and involuntary forgetting of painful ideas, events and conflicts. What is mean by repression? റിപ്രഷൻ മീൻസ് നമുക്ക് മനസ്സിന് വിഷമമുണ്ടായ ഒരു കാര്യമുണ്ടായി, പക്ഷേ നമ്മൾ സ്വയം തീരുമാനിച്ച് നമ്മളത് മറക്കുന്നതല്ല. പകരം നമ്മൾ പോലും അറിയാതെ നമ്മളെ വേദനിപ്പിച്ച് നമുക്ക് ഓർക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അൺകോൺഷ്യസ്ലി ഇൻവോളണ്ടറിലി അത് മറന്നു പോകുന്നു. അതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഫോർഗെറ്റിംഗ് എ ലവ്ഡ് വൺസ് ബർത്ത്ഡേ ആഫ്റ്റർ എ ഫൈറ്റ്. അതായത് നമ്മൾ നല്ല കൂട്ടുകാരായിരുന്നു, ഒരു ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് പിണങ്ങി. എല്ലാ വർഷവും അവളുടെ ബർത്ത്ഡേ ഞാൻ കൃത്യമായിട്ട് ഓർമ്മിച്ച് അവളെ വിഷ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞപ്പോൾ, ഞാൻ വേണമെന്ന് വിചാരിച്ച അവളെ ബർത്ത്ഡേ മറന്നതല്ല, പക്ഷെ ആ ഒരു ചെറിയൊരു പിണക്കം വന്നു കഴിഞ്ഞതിന് ശേഷം അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ ഇൻവോളണ്ടറി ഞാൻ എന്ത് ചെയ്തു, അവളുടെ ബർത്ത്ഡേ ഞാൻ മറന്നുപോയി. ഞാൻ പോലും അറിയാതെ ഞാനത് മറന്നുപോയി. അങ്ങനെ അൺകോൺഷ്യസ്ലി ഒരു കാര്യം, പെയിൻഫുൾ ഐഡിയാസ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് നമ്മൾ മറന്നു പോകുകയാണെങ്കിൽ അതിന് റിപ്രഷൻ എന്ന് പറയുന്നു. Make that point, it's happening unconsciously, not intentionally. Okay, next one, denial. എന്താണ് denial എന്ന് പറഞ്ഞാൽ? Unconscious, that also unconsciously happen. Unconscious refusal to admit an unacceptable idea or behavior. An example പറയുന്നത് ക്ലിയർ ആവും. അതായത് the mother of a child who is fatally ill may refuse to admit that there is anything wrong. അതായത് ഒരു കുഞ്ഞ്, അമ്മയും കുഞ്ഞും എപ്പോഴും സ്നേഹമുള്ളവരാണ് അല്ലേ. അപ്പോൾ എന്താണ്, കുഞ്ഞിന് പെട്ടെന്ന് സുഖമില്ലാതാകുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു, ഡയഗ്നോസ് ചെയ്തപ്പോഴാണ് ഇറ്റ്സ് സീരിയസ് ഇൽനസ്. ചൈൽഡ് ഈസ് ഹാവിങ് സം ക്യാൻസർ ഓർ സം ലൈഫ് ത്രെറ്റനിങ് ഡിസീസ്, സംതിങ്. പേഷ്യൻറ്റിന് അത്രയും ഒരു സീരിയസ് ആയിട്ടൊരു ഡിസീസ് ഉണ്ട്. അപ്പം നമ്മളത് അമ്മയോട് പറയുകയാണ്. പക്ഷേ ആ അമ്മ അറിയാമെങ്കിലും ഷീ കനോട്ട് tolerate that pain, so she will denial to accept that thing. അതായത് ഒരാൾ മരിച്ചു, നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, നമ്മൾ പറഞ്ഞു ഇല്ല ഞാനത് വിശ്വസിക്കില്ല. നമ്മൾ എത്ര തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും അവരത് വിശ്വസിക്കില്ല. അവർക്കും അറിയാം അത് സംഭവിച്ചു എന്ന്, പക്ഷേ അവരത് വിശ്വസിക്കത്തില്ല. ഇറ്റ്സ് ഹാപ്പനിങ് അൺകോൺഷ്യസ്ലി വി ആർ റെഫ്യൂസിങ് ടു അക്സെപ്റ്റ് സം ബാഡ് തിങ്സ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്, ഡിനയൽ എന്ന് പറയുന്നത്. ദാറ്റ് ഓൾസോ അനദർ ഡിഫൻസ് മെക്കാനിസം. സോ യു അണ്ടർസ്റ്റുഡ് ദ എക്സാമ്പിൾ ഓൾസോ. നെക്സ്റ്റ്, തേർഡ് വൺ, displacement. What is meant by displacement? Unconsciously, okay, that also unconsciously discharging pent off feelings to a less threatening object. അതായത് നമുക്ക് ഭയങ്കര ദേഷ്യം ഒരാളെടുത്തുണ്ട്, പക്ഷേ ഹീസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ടു അസ്. വി കാണ്ട് എക്സ്പ്രസ് അവർ ഫീലിങ്സ് ടു ദം.
നമുക്ക് അവരോടുള്ള ദേഷ്യം നമുക്ക് അവരോട് കാണിക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ തിരിച്ച് വഴക്ക് പറയാൻ ലൈസൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു വ്യക്തിയോട് നമ്മളത് കാണിക്കും. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട്, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഓഫീസിൽ ഭയങ്കര തിരക്കുള്ള ഒരു ഹസ്ബൻഡ്, അവിടെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തൊരു ബോസ് ഉണ്ടായിരുന്നു. ആ ബോസിനോട് അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ബോസിനോട് തിരിച്ചത് പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നമ്മളെ ജോലി പോവും അല്ലേ? അപ്പോൾ ആ വ്യക്തി, ആ പുരുഷൻ എന്ത് ചെയ്തു? വീട്ടിൽ വന്നിട്ട് തിരിച്ചൊന്നും പറയാത്ത ഭാര്യയോട് ആ ഒരു ദേഷ്യം കാണിക്കുന്നു. ദറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷെ ഭാര്യയോട്, ബോസിൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം ഉണ്ടെന്നല്ല പറയുന്നത്. ആ ദേഷ്യം മനസ്സിൽ വെച്ച്, ആ ഫീലിങ്സ് വെച്ച് ഭാര്യയോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഒരുപാടധികം ദേഷ്യപ്പെടുന്നു. അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹസ്ബൻഡ് കംസ് ഹോം ആഫ്റ്റർ എ ബർത്ത്ഡേ അറ്റ് വർക്ക് ആൻഡ് യെൽസ് അറ്റ് ഹിസ് വൈഫ്. മനസ്സിലായല്ലോ? ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഫോർമേഷൻ. എന്താണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? റീപ്ലേസിങ് അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ് വിത്ത് ദെയർ എക്സാക്ട് ഓപ്പോസിറ്റ്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. എ ജെലസ് ബോയ് who hates his elder brother may show him exaggerated respect and affection towards. ആക്ച്വലി എനിക്കെന്താണ്? ഭയങ്കര ദേഷ്യമാണ് എൻ്റെ ചേട്ടനോട്, പക്ഷേ അവനോട് അത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സാക്ട് ഓപ്പോസിറ്റ് ഫീലിങ്സ് റീപ്ലേസിങ് ആയിട്ട്, നമുക്ക് ഇത് ഭയങ്കര ദേഷ്യമായിട്ടുള്ള അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉള്ളതെങ്കിലും, ബട്ട് വി ആർ ബിഹേവിങ് ഇൻ ദ ഓപ്പോസിറ്റ് വേ. വി ആർ ഷോയിങ് ദ exaggerated high respect and affection towards him. We are acting. That is reaction formation. Clear? Next question. Next defense mechanism is rationalization. It is a process in which an individual justifies his failure and socially unacceptable behavior by giving socially approved reason. അതായത് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യായീകരിക്കുക. ഒരു എക്സാമിന് തോറ്റുപോയ ഒരു സ്റ്റുഡൻറ്റ് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. എക്സാം എഴുതി തോറ്റും കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. എൻ്റെ തോൽവിക്ക് കാരണം ഇന്നതാണ്. ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, എൻ്റെ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല ഫുഡ് കിട്ടിയില്ല, യാത്ര കാരണമാണ് എനിക്ക് തോറ്റുപോയത്, ബുക്കുകൾ എനിക്ക്, അങ്ങനെ മറ്റെന്തെങ്കിലും അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ സോഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുള്ള റീസൺസ് കൊണ്ട് ന്യായീകരിക്കുക. അതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി ഞാൻ ഈ 5 എണ്ണം ഒന്നുകൂടി ഒന്ന് പറയാം. ഇനിയുമുണ്ട്. ഫസ്റ്റ് ആദ്യം 5 എണ്ണം നന്നായിട്ട് പഠിക്കാം. റിപ്രഷൻ. അൺകോൺഷ്യസ്ലി വി ആർ ഫോർഗെറ്റിംഗ്, or we are involuntary and unconsciously we are forgetting something that is painful. എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ലൗഡ് ഓൺ ആയിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേ ആഫ്റ്റർ ഫൈറ്റ് നമ്മളത് ഫോർഗെറ്റ് ചെയ്തു. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ മറന്നുപോയതാണ്. ഇനി ഒരമ്മ കുഞ്ഞിന് ഉള്ള അസുഖം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അൺകോൺഷ്യസ്ലി ഷീ ഈസ് റെഫ്യൂസിങ് ആൻ അൺഅക്സെപ്റ്റബിൾ തിങ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മളവിടെ റിജക്റ്റ് ചെയ്യുന്നു, നമ്മൾ റെഫ്യൂസ് ചെയ്യുന്നു. അതിനാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺകോൺഷ്യസ്ലി ഡിസ്ചാർജിങ് പെൻഡപ്പ് ഫീലിംഗ്. നമുക്ക് ദേഷ്യമുള്ള ഒരാളോടുള്ള ഫീലിങ്സ് നമ്മൾ ലെസ് ത്രെട്ടനിങ് ഓബ്ജക്റ്റിനോട് നമ്മൾ കാണിക്കുക. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിയാക്ഷൻ ഫോർമേഷൻ എന്താണ്? റീപ്ലേസിങ് അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ് വിത്ത് ദെയർ എക്സാക്ട് ഓപ്പോസിറ്റ്. ഒരു ഫീലിംഗ് നമുക്ക് ഒരു വ്യക്തിയോടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഫീലിങ്സ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നു, കാണിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഫീലിംഗ് ആണ്. ദേഷ്യമുണ്ടെങ്കിൽ സ്നേഹം തിരിച്ച് കാണിക്കുന്നു, സ്നേഹമുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ദേഷ്യമായിട്ട് കാണിക്കുന്നു. ഇതിനെ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നു. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിങ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ സോഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുള്ള റീസൺസ് കൊണ്ട് ന്യായീകരിക്കുന്നു. അതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഫസ്റ്റ് 5 ഡിഫൻസ് മെക്കാനിസം. നെക്സ്റ്റ് ഉള്ളതാണ് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ? കോൺഷ്യസ്ലി. ഓക്കെ, ഇവിടെ എന്താണ് പ്രത്യേകത? കോൺഷ്യസ്ലി ഹാപ്പനിങ്. ഓക്കെ, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി channeling instinctual drives into acceptable activities. Aggressiveness might be transformed into competitiveness in business or sports. അതായത് എനിക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ വൺ അല്ലേ? നമുക്ക് എപ്പോഴും ഒരു ദേഷ്യം എന്നുള്ളത് എപ്പോഴും നല്ലത് അല്ല. പക്ഷെ ആ ദേഷ്യത്തിനെ ഞാനൊരു സ്പോർട്സിലോട്ട് അല്ലെങ്കിൽ ഒരു മത്സരത്തിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, എൻ്റെ ഒരു അഗ്രസീവ്നെസ് എന്നുള്ളൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം, ബിഹേവിയർ ഞാനൊരു ബിസിനസ്സിലോ സ്പോർട്സിലോ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ
അല്ലേ? കാരണം ആ സ്പോർട്സിൽ എനിക്ക് വിജയിക്കണമെന്നുള്ളൊരു ഒരു 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 സ്പിരിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരം എനിക്ക് തോന്നും. ആ ഒരു അഗ്രസീവ്നെസ് ഞാനിവിടെ മറ്റൊരു രീതിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അല്ലേ? സബ്ലിമേറ്റ് ചെയ്തു. അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോമ്പൻസേഷൻ. കോൺഷ്യസ്ലി കവറിങ് അപ്പ് ഫോർ എ വീക്ക്നെസ് ബൈ ഓവർ എംഫസൈസിങ് ഓർ മേക്കിംഗ് അപ്പ് എ ഡിസൈറബിൾ ട്രേറ്റ്. അതായത് അതിന് എക്സാമ്പിൾ പറയാൻ കുറച്ചുകൂടി ക്ലിയർ ആവും. എ സ്റ്റുഡൻറ് ഹു ഫെയിൽസ് ഇൻ ഹിസ് സ്റ്റഡീസ് മേ കോമ്പൻസേറ്റ് ബൈ ബിക്കമിങ് ദ കോളേജ് ചാമ്പ്യൻ ഇൻ അത്ലറ്റിക്സ്. അതായത് കോമ്പൻസേറ്റ് ചെയ്യുക. ഞാൻ കാരണം എനിക്ക് ഒരു നഷ്ടം, ഞാൻ കാരണം മറ്റൊരു വ്യക്തിക്ക് ഒരു നഷ്ടമുണ്ടാവുകയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ ആരുടെ മുന്നിലാണോ തോറ്റത് അവരുടെ മുന്നിൽ മറ്റൊരു കാര്യത്തിൽ ഞാൻ ഉയർന്നു കാണിക്കുക. അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ഫെയിലായൊരു കുട്ടി കോളേജിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള അത്ലറ്റിക് ചാമ്പ്യൻ ആയിട്ട് മാറുക. there he is compensated. It is done by consciously. Okay, next projection. Projection എന്താണ്? unconsciously or consciously blaming someone else for one's difficulty. അതായത് നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി നമ്മളുടെ ഓൺ മിസ്റ്റേക്കുകൾക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുന്നു. എ പേഴ്സൺ ഹൂ ബ്ലെയിംസ് അനദർ ഫോർ ഹിസ് ഓൺ മിസ്റ്റേക്ക്. ഞാൻ എൻ്റെ മിസ്റ്റേക്കുകൾക്ക് പകരം, ഞാൻ എൻ്റെ മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെല്ലാം നീ കാരണമാണ് സംഭവിച്ചത് എന്നും പറഞ്ഞ് നമ്മൾ പറയുന്നു. അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. എ സർജൻ ഹൂസ് പേഷ്യന്റ് ഡസ് നോട്ട് റെസ്പോണ്ട് ആസ് ഹി ആന്റിസിപ്പേറ്റഡ് മേ ടെൻഡ് ടു ബ്ലെയിം ദ തിയേറ്റർ നഴ്സ് ഹൂ ഹെൽപ് ദാറ്റ് സർജൻ അറ്റ് ദ ടൈം ഓഫ് ഓപ്പറേഷൻ. സർജറി ചെയ്തത് സർജനാണ്, അപ്പോൾ ആ പേഷ്യൻ്റ് റിക്കവർ ആയില്ല അല്ലെങ്കിൽ നോർമലിലോട്ട് വന്നില്ല എങ്കിൽ ഹി മേ ബ്ലെയിം ലൈക്ക് തിയേറ്ററിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായിരുന്ന നഴ്സിനെയോ മറ്റൊരു സ്റ്റാഫിനെയോ ചിലപ്പോൾ ബ്ലെയിം ചെയ്യുന്നു. ബട്ട് ഹി നോസ് ഇറ്റ്സ് ഡൺ ബൈ from his side only. It is his mistake. He knows that, but consciously or unconsciously he is blaming others. That is projection. Next, intellectualization. Undue emphasis is focuses on the inanimate in order to avoid intimacy with people. Attention is paid to external reality to avoid the expression of inner feelings, and stress is excessively placed on irrelevant details to avoid perceiving the whole. Example പറയാം. Person shows no emotional expression when discussing a serious car accidents. അതായത് ഇൻ്റലക്ച്വലായി പെരുമാറുക. അതായത് നമ്മൾ മറ്റൊരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യം ആക്ച്വലി നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് അല്ല നമ്മളവിടെ പ്രകടിപ്പിക്കുന്നത്. വി ആർ behaving in an intellectual way. We are just not considering our inner feelings. നമ്മുടെ മനസ്സിലുള്ള അഭിപ്രായം നമ്മളവിടെ തുറന്നു പറയുന്നില്ല. We are based on the situation we are handling intellectually. That is intellectualization. ആ ഒരു ബാക്കി എക്സ്പ്ലനേഷൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലായാൽ മതി. അതായത് കൂടുതൽ നോ ഇമോഷണൽ എക്സ്പ്രഷൻ, അവിടെ ഇൻ്റലക്ച്വൽ ആയിട്ട് പെരുമാറുക. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത് സീരിയസ് കാർ ആക്സിഡൻറ്റ്സ് സംസാരിക്കുമ്പോൾ നമുക്കവിടെ ഒരു ഇമോഷണലായിട്ട് നമ്മൾ അവിടെ പെരുമാറാൻ പാടില്ല. വി ഷുഡ് ബിഹേവിയർ ഇൻ എ ഇൻ്റലക്ച്വൽ വേ. അതാണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺഡൂയിങ് എന്ന് വെച്ചാൽ എന്താണ്? ട്രൈങ് ടു റിവേഴ്സ് ഓർ അൺഡു എ തോട്ട് ഓർ ഫീലിങ്സ് ബൈ പെർഫോമിങ് an action that signifies an opposite feelings than original thought or feelings. You have feelings of dislike for someone, you buy them a gift. നമുക്ക് ആ ഒരു വ്യക്തിയെ ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്ത അതിൻ്റെ ഒരു റിവേഴ്സ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചുവെങ്കിൽ നമുക്കിപ്പോഴും അവരോട് ദേഷ്യം തന്നെയാണ്, പക്ഷെ സ്റ്റിൽ നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ, അൺഡു ചെയ്യാൻ വേണ്ടി, ആ ഒരു ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നു. അതിനെ തിരിച്ച് ബാക്കിലോട്ട് കൊണ്ടുവരാൻ, ഓപ്പോസിറ്റ് വേയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതാണ് അൺഡൂയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് റിഗ്രഷൻ. റിപ്രഷൻ നമ്മൾ പഠിച്ചു. ഇത് റിഗ്രഷൻ. റിവേർട്ടിംഗ് ടു ആൻ ഓൾഡർ ലെസ് മെച്യൂർ വേ ഓഫ് ഹാൻഡ്ലിംഗ് സ്ട്രെസ്സസ് ആൻഡ് ഫീലിങ്സ്. An adult throws a temper tantrum when he does not get in his own way. അതായത് ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു അവർ മെച്യൂരിറ്റി. അത് റിവേർട്ടിംഗ് ടു ആൻ ഓൾഡർ ലെസ് മെച്യൂർ വേ ഓഫ് ഹാൻഡ്ലിങ് സ്ട്രെസ്സസ് ആൻഡ്, അതായത് നമ്മളൊരു മെച്യൂറായ ഒരാൾ പെരുമാറുന്നത് പോലെയല്ല. അതായത് നമ്മൾ ഗോയിങ് ബാക്ക് ടു അവർ ഏജ്, അതായത് നമ്മൾ ഏജ്ഡ് പേഴ്സൺ ആണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, നമ്മൾ സ്ട്രെസ് സിറ്റുവേഷൻസ്, ഫീലിങ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ പോകാതെ കുട്ടികൾ പെരുമാറുന്നത് പോലെ പെരുമാറുക. അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിവേർട്ടിംഗ് ടു ആൻ ഓൾഡർ
or less mature way of handling stresses and feelings. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. These are the main types of defense mechanisms. Some more is there. I will explain that also. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് സബ്ലിമേഷൻ, കോമ്പൻസേഷൻ, പ്രൊജക്ഷൻ, ഇൻ്റലക്ച്വലൈസേഷൻ, അൺഡൂയിങ്, റിഗ്രഷൻ. ഞാൻ ഈ എല്ലാ ഡിഫൻസ് മെക്കാനിസവും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കാണണം, കണ്ടു പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസോസിയേഷൻ. എന്താണ് ഡിസോസിയേഷൻ? ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം സെപ്പറേഷൻ എന്നുള്ളതാണ്. അൺകോൺഷ്യസ്ലി വി ആർ സെപ്പറേറ്റിംഗ് പെയിൻഫുൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഫ്രം ആൻ അൺഅക്സെപ്റ്റബിൾ ഐഡിയ ഓർ സിറ്റുവേഷൻ ഓർ ഒബ്ജക്റ്റ്. അതായത് അംനീഷ്യ ദാറ്റ് പ്രിവെൻറ്റ്സ് റീകോൾസ് ഓഫ് പ്രീവിയസ് ഡേയ്സ് ഓട്ടോ ആക്സിഡൻറ്റ്. അഡൽട്ട് റിമെമ്പേഴ്സ് നത്തിങ് ഓഫ് ചൈൽഡ്ഹുഡ് സെക്ഷുവൽ അബ്യൂസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സ് തന്നെ അൺകോൺഷ്യസ്ലി നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറി ലോസ് ഉണ്ടാക്കുന്നു. ആ കാര്യങ്ങൾ മാത്രം നമ്മളുടെ ജീവിതത്തിൽ മറന്നു പോകുന്നു. മെമ്മറി ലോസ് ഉണ്ടാകുന്നു. എംനീഷ്യ അല്ലേ? എംനീഷ്യ, അൺകോൺഷ്യസ്ലി വി ആർ സെപ്പറേറ്റിംഗ് അവർ ബ്രെയിൻ സെപ്പറേറ്റിംഗ് പെയിൻഫുൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഫ്രം അവർ ലൈഫ്. നമ്മുടെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഐഡിയാസും സിറ്റുവേഷൻസും ഓബ്ജക്ട്സിലും പെയിൻഫുൾ ആയിട്ടുള്ള ഇമോഷൻസും ഫീലിങ്സും എല്ലാം മറന്നു പോകുന്നു. അതിനെയാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺവേർഷൻ. എന്താണ് കൺവേർഷൻ എന്ന് പറയുന്നത്? അൺകോൺഷ്യസ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്ട് സിംബോളിക്കലി ത്രൂ ഫിസിക്കൽ സിംറ്റംസ്. അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഫിസിക്കലി ഉള്ള സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നു. സ്റ്റുഡൻറ്റ് അവേക്സ് വിത്ത് എ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ദ മോർണിംഗ് ഓഫ് ഫൈനൽ എക്സാം ആൻഡ് ഡു ഫീൽ ടു ഇൽ ഇൻ ദ ടേക്ക് റെസ്റ്റ്. അതായത് പഠിച്ച് പേടിപ്പനി വരിക എന്ന് പറഞ്ഞിട്ടില്ല. ആക്ച്വലി ആ കുട്ടിക്ക് ഒരു ഇൻഫെക്ഷനോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ സൈക്കിക് കോൺഫ്ലിക്ട്സ്, നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ കാരണം നമുക്ക് ചെറിയ ചെറിയ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവുക. അതിന് ഒരു പ്രോബ്ലത്തിനെ നമ്മൾ മറ്റൊരു രീതിയിൽ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സപ്രഷൻ. വോളണ്ടറിലി റിജക്റ്റിംഗ് ഓഫ് അൺഅക്സെപ്റ്റ്. നമ്മൾ റിഗ്രഷൻ, നമ്മൾ ഫസ്റ്റ് റിഗ്രഷൻ പഠിച്ചില്ലേ, റിപ്രഷൻ പഠിച്ചില്ലേ? റിപ്രഷനും സപ്രഷനും, അത് ഡിഫറൻസ് ചോദിക്കാറുണ്ട്. റിപ്രഷനും സപ്രഷൻ അത് തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ അൺകോൺഷ്യസ്ലി നടക്കുന്നു. സപ്രഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി നടക്കുന്നു. വോളണ്ടറി റിജക്റ്റിംഗ് അൺഅക്സെപ്റ്റബിൾ തോട്ട്സ് ഓർ ഫീലിങ്സ് ഫ്രം കോൺഷ്യസ് അവയർനെസ്. നമ്മുടെ സ്വയം ഓർമ്മയിൽ നിന്നും നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സ്വയം നമ്മൾ മറക്കുന്നു. വോളണ്ടറിയിൽ നമ്മൾ മറക്കുന്നു. അതിനാണ് സപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ അൺകോൺഷ്യസ്ലി മറക്കുന്നതാണെങ്കിൽ റിപ്രഷൻ എന്നും പറയുന്നു. നെക്സ്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? unconscious replacement of unacceptable impulses, attitudes and needs or emotion with those are more acceptable. A student nurse decides to work in teaching side because she is unable to master clinical competence. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ കുഞ്ഞിലെ മുതലേ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഡോക്ടർ ആകണമെന്നായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ ഡിഡ്ന്റ് ഗെറ്റ് സീറ്റ് ഇൻ MBBS. So what I choose നഴ്സിംഗ് പ്രൊഫഷൻ അല്ലേ? നമുക്ക് അൺകോൺഷ്യസ്ലി നമ്മൾ അതെന്ത് ചെയ്യുന്നു? സ്വയം നമുക്കത് നേടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെ മറ്റൊന്നിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മോർ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റീപ്ലേസ്മെൻറ്റ് ഓഫ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ്, ആറ്റിറ്റ്യൂഡ്സ്, നീഡ്സ്. നമ്മുടെ ആവശ്യകതകൾ നമുക്ക് നേടാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? മറ്റൊന്നിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐസൊലേഷൻ. എന്താണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ? അറ്റംപ്റ്റിംഗ് ടു അവോയ്ഡ് എ പെയിൻഫുൾ തോട്ട് ഫീലിങ്സ് ബൈ ഒബ്ജക്റ്റിഫൈയിങ് ആൻഡ് ഇമോഷണലി ഡിറ്റാച്ചിങ് വൺസെൽഫ് ഫ്രം ദ ഫീലിംഗ്. അതായത് നമ്മൾ തന്നെ സ്വയം ഒഴിഞ്ഞു മാറുക. പല പെയിൻഫുൾ തോട്ട്സും പെയിൻഫുൾ ഫീലിങ്സും പെയിൻഫുൾ ഇമോഷൻസിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുക. ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക എന്നുള്ളൊരു അല്ലേ? അതാണ് ഐസൊലേറ്റ് ചെയ്യുക, ഒഴിഞ്ഞു മാറുന്നൊരു പ്രവണത. അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഡിറ്റാച്ചിങ് ഓൺ സെൽഫ് ഫ്രം ദ ഫീലിംഗ്. ആ ഒരു ഫീലിംഗിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സ്വഭാവം. അതിനാണ് ഐസൊലേഷൻ. നമ്മുടെ മനസ്സിനെ ഒഴിച്ചു മാറ്റി നിർത്തുന്നതിനാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഡിഫൻസ് മെക്കാനിസംസ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റിപ്രഷൻ, ഡിനയൽ, ഡിസ്പ്ലേസ്മെൻറ്റ്, റിയാക്ഷൻ ഫോർമേഷൻ, റാഷണലൈസേഷൻ, സബ്ലിമേഷൻ, കോമ്പൻസേഷൻ, പ്രൊജക്ഷൻ, ഇൻ്റലക്ച്വലൈസേഷൻ, അൺഡൂയിങ്,
റിഗ്രഷൻ, ഡിസോസിയേഷൻ, കൺവേർഷൻ, സപ്രഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഐസൊലേഷൻ 3. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, ഇതിൻ്റെ യൂസ് എന്താണ്, നമ്മുടെ ഈ ഒരു ഡിഫൻസ് മെക്കാനിസംസിൻ്റെ യൂസ് എന്താണ്. ഡിഫൻസ് മെക്കാനിസം ഇനേബിൾ പേഴ്സൺ ടു റിസോൾവ് കോൺഫ്ലിക്ട്സ്. ഇതുപോലെയുള്ള മെത്തേഡുകൾ നമ്മളെ എന്ത് സഹായിക്കാറുണ്ട്, നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ നമുക്ക് കുറയ്ക്കാനും ഒരു നോർമൽ ഇക്വിലിബ്രിയം, ഒരു സന്തുലനാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ സഹായിക്കാറുണ്ട്. അല്ലാതെ MBBS അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറയാം ആത്മഹത്യ ചെയ്യുന്നത് നല്ലതാണോ? ഇല്ല, MBBS കിട്ടിയില്ലെങ്കിൽ ഐ ആം ഇൻ മെഡിക്കൽ പ്രൊഫഷൻ ഉള്ളി എന്ന് വിചാരിച്ച് നഴ്സിംഗ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇറ്റ് ഇസ് ഫോർ അവർ പ്രൊട്ടക്ഷൻ അല്ലേ. അപ്പോൾ നമുക്കൊരു ഇക്വിലിബ്രിയം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ടി only occur if the defense mechanism are inadequate deal with anxiety or inappropriate to the situation in which they are used. പലപ്പോഴും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം ആകാത്തത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യാതെ തെറ്റായിട്ടുള്ള യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും സൂയിസൈഡൽ തോട്ട്സും ഒക്കെ വിഡ്രോവൽ സിംറ്റംസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. Next, many mental mechanisms are means of compromising with the forbidden desires, feeling of guilty, etc. ഇത് ഈ മോസ്റ്റ് ഓഫ് ദ ഡിഫൻസ് മെക്കാനിസം എന്തിനാണ്, നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള, തെറ്റുകൾ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആഗ്രഹങ്ങൾ മറ്റൊരു രീതിയിലൂടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഈ മെൻ്റൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് മോഡറേറ്റ്ലി ഹാംലെസ്. ഈ മോസ്റ്റ് ഓഫ് ദ ഡിഫൻസ് മെക്കാനിസംസും അപകടം ഒഴിവാക്കുന്നതും കോൺഫ്ലിക്ട്സുകൾ സൊല്യൂഷൻ കാണുന്നതും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ കംഫർട്ട് ആക്കുന്നതിനും ടെൻഷൻ റിലീവ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഡിഫൻസ് മെക്കാനിസമാണ്. പക്ഷേ ഈ ഡിഫൻസ് മെക്കാനിസംസ് നമ്മൾ വളരെ കൂടുതലായിട്ട് എക്സസീവായിട്ടും പെർസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി harmful. Okay, it will be harmful. They do not solve the problems but only relieve the related anxiety. അത് കറക്റ്റായിട്ട് ആക്ച്വലി ഈ ഒരു നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മൾ പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നുള്ളൂ. ആക്ച്വലി അല്ലാതെ ആ ഒരു പ്രോബ്ലം അവിടെ ഒരിക്കലും സോൾവ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് എൻ്റെ നഴ്സിംഗിൽ എന്താണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ റെലവൻസ്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നഴ്സസ് ഷുഡ് recognize, identify and understand maladaptive defense mechanism that patients use. ഓരോ സൈക്കാട്രി പേഷ്യൻസിന് നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ അവർ ഏതൊക്കെ തരത്തിലുള്ള മാലഡാപ്റ്റീവ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിഫൻസ് മെക്കാനിസംസ് അവർ എക്സസ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ഇത് നമ്മൾ അറിഞ്ഞ് അത് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കെയർ പ്ലാനിൽ നമ്മൾ മുന്നേ നമ്മളത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവിടെ കൊടുക്കാനും വളരെയധികം യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം. എനിക്കറിയാം ഈഗോ ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾ ആ പഴയ ക്ലാസ് ഒന്നും കൂടെ കാണുക, ഈ ക്ലാസ് ഒന്നും കൂടെ കാണുക. അതിനുശേഷം നിങ്ങൾ ആ പഴയ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ മാത്രമായിട്ടുള്ള ക്ലാസ് കാണുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു വിൽ ബി ഗെറ്റിംഗ് ക്ലിയർ ഐഡിയ ആഫ്റ്റർ വാച്ചിങ് ദാറ്റ് വീഡിയോ ബിക്കോസ് ഐ ക്ലിയർലി എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക. ഇനി ഒരു ക്ലാസ് കൂടിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. അത്ര ഒരുപാട് പോർഷൻസ് ഒന്നുമില്ല, ഫ്രസ്ട്രേഷനും കോൺഫ്ലിക്ട്സും ആ രണ്ട് പോർഷൻസുമാണ് നമുക്ക് പഠിക്കാൻ. ഒരു ചെറിയ ക്ലാസ് കൂടി ആകുമ്പോൾ ഈ ഒരു 3rd ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള 4th ചാപ്റ്റർ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയാണ്. 5th 6th കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 4th കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് 7th യൂണിറ്റിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് കണ്ടുപഠിക്കുക. വൈകിട്ടത്തെ ക്ലാസ് ആരും മിസ് ചെയ്യരുത്. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. പ്ലീസ് ഷെയർ ദിസ് ലിങ്ക് ഫോർ മീൻസ് ദാറ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ. ഈ ലിങ്ക് ഷെയർ ചെയ്യുക. ഒപ്പം ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ആസ്ക് ദം ടു അറ്റൻഡ് ദ ലൈവ് സെക്ഷൻ. Okay, ask your doubts. Okay, everyone should attend and ask your doubts in the class. Thank you for watching. Bye bye.